നമസ്കാരം. കേരളത്തിലെ UDF എം പിമാർക്ക് എല്ലാവർക്കുമില്ല, കോൺഗ്രസ് എം പിമാർക്ക് പകുതി പേർക്കെങ്കിലും ചില പാട്ടുകളോടൊപ്പോൾ ഭയങ്കര സ്നേഹമാണ്. ഈ പാട്ടുകളൊക്കെ മൂളിക്കൊണ്ടാണ് നടപ്പ്. ആദ്യത്തെ പാട്ട് നമ്മുടെ അറബിക്കഥ സിനിമയിൽ ദാസേട്ടൻ വഴിയ പാട്ടുണ്ടല്ലോ. തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടെന്നും തിരികെ മടങ്ങുവാൻ തീരത്തെടുക്കുവാൻ ഞാനും കൊതിക്കാറുണ്ടെന്നും. ഈ അടുത്ത കാലത്തായിട്ടാണ് ഈ പാട്ടിനോട് ഇത്രയും സ്നേഹം കോൺഗ്രസ് എം പിമാർക്ക് തോന്നി തുടങ്ങിയത് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. വേറെ ഒന്നുമല്ല, ഒരു വർഷത്തിനപ്പുറത്ത് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തെ കാത്തിരിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് എം പിമാരായി പോയ കുറേ ടീമുകളുണ്ട്. ഇവർക്കെല്ലാം തിരിച്ചു വന്നാൽ കൊള്ളാമെന്നുണ്ട് എന്നാണ് കേൾക്കുന്നത്. അതായത് ഒരു അധികാര മാറ്റം LDF ഭരണത്തിൽ നിന്ന് പോയി UDF വരുമെന്ന് ഏതാണ്ട് ഉറപ്പിച്ചിട്ടുണ്ടത്രയും. അങ്ങനെ വന്നാൽ കേരളത്തിൽ വന്ന് പഴയ മണ്ഡലത്തിലൊക്കെ പോയി ജയിക്കുമല്ലോ, മന്ത്രിമാരാകാം എന്നാണ് ഇവരുടെ ഐഡിയ. പറഞ്ഞു തുടങ്ങിയ 6-7 പേര് നിലവിൽ ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് തിരിച്ചു വരാൻ നിൽക്കുകയാണ് എന്നാണ് കേൾക്കുന്നത്. അടൂർ പ്രകാശുണ്ട്, കൊടിക്കുന്നിൽ സുരേഷുണ്ട്, ബെന്നി ബെഹന്നാനുണ്ട്, പിന്നെ ആരാണ്, പിന്നെയുണ്ട് ആൾക്കാർ, സുധാകരനുണ്ട്. അങ്ങനെ 6-7 പേരുടെ അങ്ങേയറ്റത്ത് കിടക്കുന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ മുതൽ ഇടയ്ക്കുള്ള MK രാഘവൻ തുടങ്ങി അവിടെ നിന്നിങ്ങോട്ടൊരു നീണ്ട പട്ടികയാണ്. ഇവരെല്ലാം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മസ്റ്റായിട്ട് കേരളത്തിൽ വേണമെന്ന് പറയുന്നുണ്ട്. ആര് പറയുന്നുണ്ട്? ഇവർ തന്നെ പറയുന്നുണ്ട്. 1-2 മണ്ഡലത്തിൽ ചിലപ്പോൾ ഈ MP മാരെ മത്സരിക്കാൻ അനുവദിച്ചേക്കും എന്ന് കേൾക്കുന്നു. ഇപ്പോൾ കോന്നി തിരിച്ചു പിടിക്കാൻ അടൂർ പ്രകാശ് മസ്റ്റായി വേണം എന്നാണ് കോൺഗ്രസിനുള്ളിലെ പൊതു അഭിപ്രായം. അത്രയും അതിൽ കോന്നി പിടിച്ചെടുക്കൽ മാത്രമല്ല, സാമുദായിക പ്രാതിനിധ്യം ഉറപ്പിക്കാൻ അടൂർ പ്രകാശിൻ്റെ സാന്നിധ്യം ആവശ്യമാണെന്നാണ് പറയുന്നത്. ഇതിനു മുൻപ് ആറ്റിങ്ങൽ തിരിച്ചു പിടിക്കാൻ അടൂർ പ്രകാശ് മസ്റ്റായി വേണം എന്ന് പറഞ്ഞാണ് പുള്ളിയെ കോന്നിയിൽ നിന്ന് MLA സ്ഥാനം രാജിവെപ്പിച്ചിട്ട് നേരെ ആറ്റിങ്ങൽ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചത്. ആറ്റിങ്ങൽ എന്ന കമ്മ്യൂണിസ്റ്റ് കോട്ട, CPM കോട്ട അടൂർ പ്രകാശ് പിടിച്ചെടുത്തു. കോട്ട പിടിച്ചെടുത്ത സ്ഥിതിക്ക് ഇനി കോന്നി വീണ്ടും ഒന്നുകൂടി പിടിച്ചെടുക്കാൻ അദ്ദേഹത്തെ രംഗത്തിറക്കാനുള്ള ധാരണയുണ്ടെന്നറിയും, ആലോചനയുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ കണ്ണൂർ സിംഹം സുധാകരൻ പാർലമെൻറ്റിൽ അവിടെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല അത്രയും. അതുകൊണ്ട് കണ്ണൂർ മണ്ഡലം തിരിച്ചു പിടിക്കണമല്ലോ, കണ്ണൂർ മണ്ഡലം തിരിച്ചു പിടിക്കാൻ സുധാകരൻ വേണം എന്ന് പറയുന്നവരുണ്ട്. കൊടിക്കുന്നിൽ സുരേഷ് ഏത് മണ്ഡലം തിരിച്ചു പിടിക്കാനായിരിക്കും എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. രാജ്മോഹൻ ഉണ്ണിത്താൻ ഇനിയിപ്പോൾ ഏത് നിയമസഭാ മണ്ഡലം തിരിച്ചു പിടിക്കാനായിരിക്കും? അങ്ങനെ നോക്കുമ്പോൾ MK രാഘവനോ ഇവരെല്ലാം തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. ബെന്നി ബെഹന്നാൻ അടക്കമുള്ളവരുണ്ട് എന്ന് പറയും. ഏതാണ്ട് ഭരണമാറ്റം ഉറപ്പിച്ച മട്ടിലാണ് കാര്യങ്ങളുടെ പോക്ക്. ഏതായാലും ന്യൂസ് 8 വാർത്ത പുറത്തു വിട്ടപ്പോൾ ചാടി വീണ് നിഷേധിക്കാനൊന്നും ആരും പോയില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. അടൂർ പ്രകാശ് വാർത്ത സമ്മതിക്കുന്ന മട്ടിൽ തന്നെയാണ് പറഞ്ഞത്. അതൊക്കെ തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡല്ലേ എന്ന് അദ്ദേഹം വളരെ വിനയാന്വിതനായി പറയുന്നു. അയ്യോ, എന്തോ ഒരു വിനയമാണ്. കോൺഗ്രസ് പ്രസ്ഥാനം തീരുമാനം എടുക്കേണ്ടതാണ്. പാർട്ടിയുടെ തീരുമാനം എന്താണെന്ന് വെച്ചാലും ആ തീരുമാനം നടപ്പാക്കുക എന്ന ഉത്തരവാദിത്വമാണ് ഞങ്ങളെ പോലെയുള്ള ആളുകൾ അതിനെ തീരുമാനിക്കേണ്ടതായിട്ടുള്ളത്. അത് ആ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പാർട്ടി പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുക. അതിപ്പോ ആരൊക്കെ മത്സരിക്കണം, എന്തൊക്കെ ആയിരിക്കണം, എങ്ങനെ ആയിരിക്കണം എന്നതിനെ കുറിച്ച് ഒന്നും ഇപ്പോൾ പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അത് കോൺഗ്രസ് തീരുമാനം, ഹൈക്കമാൻഡും മറ്റും എടുക്കുന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും അതിന് ഒരു പരിഹാര മാർഗങ്ങൾ ഉണ്ടാകുന്നത്. അതിപ്പോ പല ആളുകൾക്കും കേരളത്തിലേക്ക് വന്നാൽ കൊള്ളാമെന്ന ആഗ്രഹം ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷേ അത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ് അന്തിമമായ ഒരു തീരുമാനം എടുക്കാനുള്ളത്. അതിനുശേഷം കോൺഗ്രസ് പാർട്ടിയും UDFും എല്ലാവരും ഒന്നിച്ചിരുന്ന് തീരുമാനമെടുത്ത് അത് നടപ്പാക്കും. അത്രയേ ഉള്ളൂ. എൻ്റെ സംശയം, കോൺഗ്രസിൽ ഇവരല്ലാതെ മത്സരിക്കാൻ വേറെ ആരും ഇല്ലേ? ഇവർക്ക് ഈ കോൺഗ്രസിന് അത്ര പേടിയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ നിന്ന് ജയിപ്പിച്ചു വിട്ട എം പിമാർ തിരിച്ചു വന്ന് മത്സരിച്ചില്ലെങ്കിൽ ജയിക്കില്ല എന്ന ഒരു ധാരണയുണ്ടോ, എന്ന പേടിയുണ്ടോ?
മറ്റൊരു സംശയം, കഴിഞ്ഞ 10 വർഷമായിട്ട് മത്സരിക്കാൻ അവസരം കിട്ടാതെ അല്ലെങ്കിൽ ജയിക്കാൻ അവസരം കിട്ടാതെ ഈ പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. അവരുടെയൊക്കെ കഞ്ഞിയിൽ മണ്ണ് വാരിയിട്ടുള്ള ഈ വരവ് മറ്റുള്ളവർ സമ്മതിക്കുമോ? ഇവർ കുറേ പേര് ഡൽഹിയിലോട്ട് പോയി, ഒന്നിനൊന്നില്ല ഒരുപാട് പേര് പോയിട്ടുണ്ടല്ലോ. ആകെ CPM ഒരു സീറ്റും ലീഗിൻ്റെ 2 സീറ്റും കഴിച്ചിട്ട് കോൺഗ്രസ്സുകാരുടെ ബഹളമാണ്. പിന്നെ നമ്മളെ പ്രേമേന്ദ്രൻ സാർ ബാക്കി എല്ലാം കോൺഗ്രസ്സുകാരാണ്. ഇവർ 10-15 പേര് അങ്ങോട്ട് പോയപ്പോൾ ഇവിടെ ഉള്ളവർ വിചാരിച്ചു ഏതായാലും ഇവരങ്ങ് പോയല്ലോ, ഇനിയിപ്പോൾ ഇവരില്ലാതെ അസംബ്ലി സീറ്റ് ഒഴിവുവന്ന് ഞങ്ങൾക്ക് മത്സരിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞ് സന്തോഷിച്ച് നിന്ന് ചിലരതിനുള്ള പണിയും തുടങ്ങി. നേരത്തെ ഹൈക്കമാൻഡ് പുറത്തു വിട്ട പട്ടിക പ്രകാരം കുറേ പേര് അവരവരുടെ തീരുമാനിച്ചിരിക്കുന്ന മണ്ഡലത്തേക്ക് പോയി. B ക്ലാസ് എങ്കിൽ B ക്ലാസ്, C ക്ലാസ് എങ്കിൽ C ക്ലാസ്, അവിടെയെല്ലാം പണി തുടങ്ങിയപ്പോൾ ദേ വരുന്നു. അവിടെ നിന്ന് പോയ MP മാരെല്ലാം തിരിച്ചു വരാൻ പാടുന്നു. ഇതെന്തൊരു പരിപാടിയാണ് എന്നാണ് ഇവിടെ ഉള്ളവർ ചോദിക്കുന്നത്. പണ്ട് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇപ്പോൾ ഭരണം കിട്ടും, രാഹുൽ ഗാന്ധി ഇപ്പോൾ പ്രധാനമന്ത്രിയാകും എന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് MLA സ്ഥാനം ഉപേക്ഷിച്ച് MP ആയി ഡൽഹിക്ക് പോയി. ഫാസിസത്തിനെതിരെയുള്ള കലക്കൻ പോരാട്ടം നിങ്ങൾക്ക് കാണാമെന്ന് പറയാൻ ഇവിടെ നിന്ന് അവിടെ പോയത്. അവിടെ ചെന്ന് ഫാസിസത്തിനെതിരെ പോരാടി ക്ഷീണിച്ച് പുള്ളി തിരിച്ച് ഇവിടെ വന്ന് പിന്നെയും MLA ആയി. അതുപോലാണ് കാര്യം. കുഞ്ഞാലിക്കുട്ടി സാഹിബ് തെളിച്ച വഴിയിലൂടെ കോൺഗ്രസ് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു എന്ന് വരും ദിവസങ്ങളിലറിയാം. എൻ്റെ സംശയം ഈ ഐഡിയ എങ്ങാനും ഹൈക്കമാൻഡ് സമ്മതിക്കുമോ എന്നാണ്. 1-2 പേർക്ക് ചിലപ്പോൾ ഒഴിവ് കൊടുക്കുമായിരിക്കും. പക്ഷേ ഇവരെല്ലാം കൂടെ ഇങ്ങനെ നിന്നാൽ എന്ത് ചെയ്യും? അവിടെ വല്ല പണിയും വേണ്ടേ? ഏത് പതിവിന് വിപരീതമായിട്ട് പാർലമെൻറ്റിൽ ഉഗ്രൻ പോരാട്ടം പ്രതിപക്ഷം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ നിന്ന് എല്ലാവരുടെ കെട്ടിപ്പറക്കി ഇവിടെ നിന്ന് MLA ആവുന്നുള്ള അവസ്ഥ നിങ്ങൾ ആലോചിക്കുകയാണ്. അത് മന്ത്രിയാവുമെന്ന് ഉറപ്പിച്ചുള്ള വരവാണ്. മന്ത്രി ആയില്ലെങ്കിലോ പാർലമെൻറ്റിൽ ഇത്ര MP മാർ കുറഞ്ഞാൽ ആര് സമാധാനം പറയും? പകരം ആളെ നിർത്തി ജയിപ്പിച്ചോളാമെന്നൊക്കെ ഇവർ പറയുന്നെങ്കിലും ജയിക്കുമോ? കാരണം ജനത്തിന് മറ്റേ ആഴ്ചയ്ക്ക് ഒന്ന് തിരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യാൻ ഭ്രാന്താണല്ലോ. ഏത് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് MP ആയി പോയ കുറേ പേര് ഇവിടെ വന്ന് വീണ്ടും മത്സരിക്കുന്നു. അവർ ജയിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, ജയിച്ചാൽ അവർ പോയിട്ട് അടുത്ത തിരഞ്ഞെടുപ്പ് വരും, അവിടെ പിന്നെയും പോയി വോട്ട് ചെയ്യണം. ആഴ്ചയ്ക്ക് വോട്ട് ചെയ്യാതെ എന്തൊരു പരിപാടിയായിരുന്നു ജനം ചോദിച്ചാൽ മോശമല്ലേ? ജനത്തിനോടൊന്ന് സമാധാനം പറയുമല്ലേ തന്നെ. പാർലമെൻറ്റ് വന്നാലും നിയമസഭ വന്നാലും മത്സരിക്കാൻ ഒരേ ആൾക്കാർ, ഇതെന്ത് പരിപാടിയെന്ന് ജനം ചോദിച്ചാൽ എന്ത് സമാധാനമാണ് പറയുക? പാർട്ടി കോൺഗ്രസ്സാണ്, എന്തും നടന്നേക്കും. ഏതായാലും ആദ്യം പാടിയ പാട്ട് പോലെ രണ്ടാമത് ഒരു പാട്ടൂടെ പാടാം. ഒരു വട്ടം കൂടി എന്നോർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം, തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലി മരമൊന്നുലുത്തുവാൻ മോഹം. അതാണ് ONV അറിഞ്ഞുകൊണ്ട് എഴുതി വെച്ച പാട്ടാണ്. ഇപ്പോൾ ഇവരെല്ലാം ഇത് പാടിക്കൊണ്ട് നടക്കുന്നതിനും മൂളിക്കൊണ്ട് നടക്കുന്നതിനും സ്വപ്നം കാണുന്നതിനും എല്ലാം തീർത്തും അനുയോജ്യമായ പാട്ട് അല്ലേ? ഏതായാലും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സോണിയാഗാന്ധിയും കൂടി ഇരുന്ന് പിന്നെ KC വേണമല്ലോണ്ട് ഇവരെല്ലാം പോകുന്ന സ്ഥിതിക്ക് ഞാനിവിടെ പോയാലോ എന്ന് KC കൂടെ ചോദിക്കുമെന്നാണ് എൻ്റെ പേടി. അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. ഏതായാലും ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക്, സാധാരണ കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്കാണ് ദില്ലി ചലോ എന്നൊക്കെ പറഞ്ഞ് മാർച്ച് നടക്കാറ്. ഇത് നേരെ തിരിച്ച് ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് ചലോ എന്ന് പറഞ്ഞ് മാർച്ച് നടക്കുമോ എന്ന് കണ്ടു തന്നെ അറിയണം. എൻ്റെ സംശയം ഇവരെല്ലാം കൂടെ വരുന്ന സ്ഥിതിക്ക് നമ്മുടെ ശശി തരൂരും ഞാനും വരട്ടെ എന്നെങ്ങാനും ചോദിക്കുമെന്നാണ് എൻ്റെ ഒരു പേടി. എന്തെല്ലാം കാണാനിരിക്കുന്നു. വരാൻ പോകുന്നത് ഒരു സൂപ്പർ ഇലക്ഷനായിരിക്കും.